ഹലോ സോ ദ മോസ്റ്റ് അവൈറ്റഡ് ട്രെയിലർ ഓഫ് ദിസ് ഇയർ, അതായത് ടർബോയുടെ ട്രെയിലർ ഇന്നലെ രാത്രി 9:30 റിലീസ് ചെയ്തു. സോ ടർബോ ഡയറക്റ്റഡ് ബൈ വൈശാഖ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ്, പിന്നെ എഴുതിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. പിന്നെ ഇനി ഈ ട്രെയിലറിനെ പറ്റി ഒറ്റ വാക്കിൽ പറയാനുള്ളത് പൊളി ഐറ്റം, പൊളി സാധനം, ചുമ്മാ സീൻ ലെവൽ, അടിപൊളി എഡിറ്റിങ്, അടിപൊളി ഷോട്ട്സ്, ഒന്നും പറയാനില്ല. സിനിമാറ്റോഗ്രാഫി എടുത്ത് പറയാനാണ്. അത് സിനിമ കാണാൻ ഞാൻ അത്ര എക്സൈറ്റഡ് ആണ്, കാരണം അത്രയ്ക്ക് അടിപൊളിയായിരിക്കും ഓരോ ഷോട്ട്സും. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ട് ലാസ്റ്റ് മമ്മൂട്ടി മറ്റേ സിലിണ്ടർ വലിയ സാധനം വെച്ച് അടിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അടിപൊളി ഷോട്ടാണത്, ഒരു രക്ഷയില്ല. പിന്നെ ഈ സിനിമയിൽ കാർ ചേസുകളുണ്ട്, മമ്മൂട്ടിയുടെ ക്യാരക്ടർ നടത്തുന്ന കാർ ചേസുകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് കണ്ടപ്പം എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്ന് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. പിന്നെ നമ്മൾ ഹോളിവുഡ് പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള വലിയ വലിയ ചേസുകളൊക്കെ ഇല്ലേ, മറ്റേ പല മൂവീസിലും കണ്ടിട്ടില്ലേ ചേസൊക്കെ, ആ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതാണ് മ്യൂസിക്. അത് ക്രിസ്റ്റോ സേവ്യറാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ എന്ത് അടിപൊളിയായിരിക്കും, അത്ര ലെവൽ സാധനം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ മാസം 23-ാം തീയതി ഇറങ്ങും, മെയ് മാസം. അപ്പം മോസ്റ്റ് അവൈറ്റഡ് മൂവി ഓഫ് ദിസ് ഇയർ. സോ മൂവിങ് ഓൺ ടു ദ റിവ്യൂ ഓഫ് ഷട്ടർ ഐലൻഡ്. ഷട്ടർ ഐലൻഡിൻ്റെ റിവ്യൂ. ഷട്ടർ ഐലൻഡ് 2010 ഇറങ്ങിയ സൈക്കോളജിക്കൽ ത്രില്ലറാണ്, ഡയറക്റ്റഡ് ബൈ മാർട്ടിൻ സ്കോർസേസി. ഇതിൽ ലിയനാർഡോ ഡി കാപ്രിയോ, മാർക്ക് റഫ്ലോ, ഇവർ രണ്ടുപേരാണ് മെയിൻ റോളുകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി വരുന്നത്, ഒരു ഷട്ടർ ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡിൽ ഒരു ഹോസ്പിറ്റലുണ്ട്. ക്രിമിനലി ഇൻസെയിൻ ആയിട്ടുള്ള, അതായത് ഈ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കാട്രിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഭ്രാന്തുള്ള ആളുകളെ താമസിപ്പിക്കുന്ന അത്രയ്ക്കും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഇവർ രണ്ടുപേർ, അതായത് ലിയനാർഡോ ഡി കാപ്രിയോയുടെ ടെഡി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും മാർക്ക് ലഫ്ലോയുടെ ചക്കും, ഇവർ രണ്ടുപേരും US മാർഷലാണ്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ഒരു മിസ്സിങ് കേസ്, അവിടെ ഒരു പേഷ്യൻറ്റിനെ മിസ്സാവുകയും ആ പുള്ളിക്കാരിയെ തപ്പി അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ആ ഐലൻഡിൽ ചെല്ലുന്നു. അപ്പോൾ ഫസ്റ്റ് ഈ സ്റ്റോറി ഇങ്ങനെ പോകുമ്പം ഫസ്റ്റ് കാണിക്കുന്ന ഇവർ ഷിപ്പിൽ ഇങ്ങനെ പോകുന്നതൊക്കെയാണ്, ഇത് ഐലൻഡിൽ ചെല്ലുന്നതൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് അവിടുത്തെ മെയിൻ ഓണർ, അതായത് ഡോക്ടർ, അവിടുത്തെ മെയിൻ ഡോക്ടർ ഇവരോട് കോപ്പറേറ്റ് ചെയ്യത്തൊന്നുമില്ല. അവിടുത്തെ ആളുകൾ ആരും കോപ്പറേറ്റ് ചെയ്യത്തില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇങ്ങനെ പോയി അവസാനം ഇതിലൊരു ക്ലൈമാക്സ് ഉണ്ട്. കിളി അടിച്ചു പോകും, സത്യം പറയാലോ. എൻ്റെ കിളി പോയായിരുന്നു ഞാനിത് കണ്ടപ്പം. കാരണം അത്രയ്ക്കും വലിയൊരു ട്വിസ്റ്റ്, അത്രയ്ക്കും വലിയ പ്ലോട്ട് ട്വിസ്റ്റ് ആണ്. അത്രയ്ക്കും എൻ്റെ ദൈവം ഇതെന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള പ്ലോട്ട് ട്വിസ്റ്റാണ് ഷട്ടർ ഐലൻഡിൻ്റെ. അത്രയ്ക്കും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ആമസോൺ പ്രൈമിലാണ് ഞാൻ കണ്ടത്. ഇടയ്ക്കിടയ്ക്ക് അത് റെൻറ്റിന് പോകും, ചില സമയത്ത് അത് സബ്സ്ക്രിപ്ഷൻ വഴി കാണാനും പറ്റും. അപ്പം മസ്റ്റ് വാച്ച് ആണ്, പ്രത്യേകിച്ച് സിനിമ ലവേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, സിനിമ ലവേഴ്സ് മാത്രമല്ല, നിങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചിരുത്തുന്ന ഒരു മൂവിയാണ് ഷട്ടർ ഐലൻഡ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസാണ്. സൈക്കോളജിക്കൽ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഫസ്റ്റ് തിങ് നിങ്ങളിത് കാണേണ്ട ഒരു സാധനമാണ്. സോ ഇതാണ് ഷട്ടർ ഐലൻഡ്. സോ ടർബോയുടെ ട്രെയിലർ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഷട്ടർ ഐലൻഡ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. So thank you for watching. Please subscribe to my YouTube channel and click the notification bell for more videos. Bye.